പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ രണ്ട് വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ അജ്സൽ അജി, നബീൽ നിസാർ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. CK അബിലാലുണ്ട്. അബിലാൽ, സമയം ഇത്രയും ആകുന്നു, വൈകുന്നു. തിരച്ചിലിൽ മറ്റെന്തെങ്കിലും പുരോഗതിയോ സൂചനയോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ അബിലാൽ? പത്തനംതിട്ട അച്ചൻകോവിൽ ആറ്റിലാണ് രണ്ട് വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണവർ. അജ്സൽ അജി, നബീൽ നിസാർ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സമയം ഇത്രയും കഴിഞ്ഞു. വിദ്യാർത്ഥികളെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ ലഭ്യമായിട്ടില്ല. അങ്ങനെ തീരങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേക ടീം, അഗ്നി രക്ഷാ സേന ഉൾപ്പെടെ ഉള്ള സംഘങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്നാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. CK അബിലാലുണ്ട്. അബിലാൽ, എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? തിരച്ചിൽ ആരംഭിച്ചിട്ട് ഏറെക്കുറെ 1 മണിക്കൂർ സമയം പിന്നിടുകയാണ്. ഇതുവരെയും കുട്ടികളിൽ കാണാതായ 2 പേരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ കാര്യമായ പുരോഗതി കൈവന്നിട്ടില്ല. പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9B ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അജ്സൽ അജി, അതോടൊപ്പം തന്നെ നബീൽ നിസാം എന്നിങ്ങനെ 2 കുട്ടികളെയാണ് കാണാതായത്. ഉദ്ദേശം 12:50 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ നിന്നും കേവലം 1.5 കിലോമീറ്റർ മാറി കല്ലറക്കടവെന്ന ഭാഗത്ത് അച്ചൻകോവിലാർ ഒഴുകുന്ന ഈ ഭാഗത്താണ് കുട്ടികൾ എത്തിയത്. ഓണപരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു. മലയാളം പരീക്ഷ പൂർത്തിയാക്കി കുട്ടികൾ 12:30 സ്കൂൾ വിട്ട് ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. സംഘത്തിൽ ആകെ 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ കുട്ടികൾ ഈ ഭാഗത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി സെൽഫി എടുക്കുകയും കുളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു. ഇതിനിടയിൽ ആദ്യം ഒരു കുട്ടി വെള്ളത്തിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അജ്സൽ അജി, അദ്ദേഹം നീന്തി കയറാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ അപകടം സംഭവിക്കുന്നു എന്നൊരു സൂചനകളെ തുടർന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് ഒപ്പമുണ്ടായിരുന്ന നബീൽ നിസാം ശ്രമം നടത്തിയത്. ചുരുക്കത്തിൽ ഇരുവരും ഒഴുക്കിൽപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന കുട്ടികളിൽ ഒരാൾ രക്ഷിതാവിനെ വിളിച്ച് വിവരം പറഞ്ഞു. അങ്ങനെ രക്ഷിതാവ് സ്കൂൾ അധികൃതരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയാണ് ഉണ്ടായത്. ഫയർഫോഴ്സിൻ്റെ ഓഫീസ് ഇവിടുന്ന് ഏറെക്കുറെ 1.5 കിലോമീറ്റർ മാത്രമാണ് അകലെ ആയിട്ടുള്ളത്. അവർ വന്നെത്തിയതും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് സാമാന്യം ഭേദപ്പെട്ട അളവിൽ ഒഴുക്ക് ഉണ്ട് എന്നതിനാൽ തന്നെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. തിരച്ചിൽ ആരംഭിച്ചിട്ട് സമയം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കുട്ടികളെ കിട്ടിയാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി ഫയർഫോഴ്സ് സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ ആംബുലൻസിൻ്റെ ക്രമീകരണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായിരിക്കുകയാണ്. തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സാധാരണഗതിയിൽ ഇവിടെ വലിയ ഒഴുക്കുള്ള ഒരു പ്രദേശമാണോ? വലിയ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മഴ മാറി നിൽക്കുന്ന സ്ഥിതിയാണെങ്കിൽ ഈ തടയണ കെട്ടിയതിന് ശേഷം തടയണയിൽ കൂടെ വെള്ളം താഴോട്ട് ഒഴുകുമ്പോൾ ശക്തമായ ഒഴുക്കാണ് വരുന്നത്. അപ്പോൾ അതൊരു അടിയൊഴുക്കായിട്ട് അത് മാറുകയാണ്. അപ്പം ഈ തടയണയിൽ കൂടി അത് മൊത്തം ഈ പായൽ പിടിച്ച് കിടക്കുകയാണ്. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഏത് സമയത്തും തെന്നി താഴെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണതാകാനാണ് സാധ്യത. അപ്പം ഈ താഴ്ഭാഗത്ത് വലിയ ആഴമാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. DCC വൈസ് പ്രസിഡന്റ് കൂടി അഡ്വക്കേറ്റ് സുരേഷ് കുമാറാണ് സംസാരിച്ചത്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പ്രതികരിക്കുന്നുണ്ട്. കുടുംബത്തെ നേരിട്ടറിയാവുന്ന ആളാണ് തന്നെയെന്ന് കരുതുന്നു. കുട്ടികളെ കാണുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ന് പരീക്ഷയെല്ലാം കഴിഞ്ഞ ശേഷം വന്ന കുട്ടികളാണെന്നാണ് പറയുന്നത്. നല്ല ഒഴുക്കും നല്ല തെന്നലും ഒക്കെ ആ ഭാഗത്തുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. കൂടുതൽ ഈ പ്രദേശവാസികൾക്കാണ് അറിയുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞല്ലോ, സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത. ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തുന്നതിൻ്റെ ഭാഗമായ ഒരു ചെറിയ തടയണ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി കുട്ടികൾ 8 പേരും കടന്നെത്തുകയും സെൽഫി പകർത്തുകയും കുളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ഈ തടയണയുടെ മുകൾ ഭാഗത്തെ വഴുക്കലിൽ കാൽ തെന്നി കുട്ടികളിൽ ഒരാൾ ആദ്യം വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അജ്സൽ അജി പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ തന്നെ അഞ്ചക്കാല എന്ന സ്ഥലത്തുള്ള ആളാണ്.
അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് നബീൽ നിസാം കൂടി ഒഴുക്കിൽപ്പെട്ടത്. പത്തനംതിട്ട ടൗണിന് ജനറൽ ആശുപത്രിക്ക് എതിർ സൈഡിൽ ഉൾവശത്താണ് അദ്ദേഹത്തിന് താമസിക്കുന്നത്. വിവരമറിഞ്ഞ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ സഹപാഠികളായ മറ്റ് നിരവധി കുട്ടികളും സ്കൂൾ അധികൃതരും ഒക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ തിരച്ചിലിൽ കാര്യമായ പുരോഗതി സംഭവ സ്ഥലത്ത് നിന്നും CK അബിലാലാണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. വലിയ വെല്ലുവിളിയൊക്കെ തിരച്ചിലിനായിട്ടുണ്ട്. പത്തനംതിട്ട അച്ചൻകോവിൽ ആറ്റിലാണ് രണ്ട് വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്.